നമസ്കാരം. ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്താത്ത എന്നാൽ ശാസ്ത്രലോകത്തെ ഇന്നും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രഹസ്യത്തിലേക്കാണ് നമ്മളിന്ന് വിരൽ ചൂണ്ടുന്നത്. ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ചും മായൻ സംസ്കാരത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവയെക്കാളൊക്കെ പഴക്കമുള്ള 10,000 വർഷങ്ങൾക്ക് മുമ്പ് കടൽ വിഴുങ്ങിയ ഒരു വികസിത നാഗരികതയുടെ അവശിഷ്ടങ്ങൾ ജപ്പാനിലെ കടലിനടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശാസ്ത്രജ്ഞർ ഇന്നും ഉത്തരം കിട്ടാതെ ഉഴലുന്ന യൊനാഗുനി സ്മാരകത്തിൻ്റെ നിഗൂഢതകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. 1986 ശാന്തമായൊരു പകൽ ജപ്പാനിലെ യൊനാഗുനി ദ്വീപിന് സമീപം സമുദ്രത്തിലെ സ്രാവിനെ നിരീക്ഷിക്കാനായി ഇറങ്ങിയ കിഹാച്ചിറോ അരതെ എന്ന മുങ്ങൽ വിദഗ്ധൻ കണ്ടത് തൻ്റെ കണ്ണുകളിൽ വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു. കടലിൻ്റെ അടിത്തട്ടിൽ ഒരു വലിയ നിർമ്മിതിയാണ് അദ്ദേഹം കണ്ടത്. ഏകദേശം 25 മീറ്റർ ആഴത്തിൽ. അത് പ്രകൃതിദത്തമായ ഒന്നല്ലെന്ന് അദ്ദേഹത്തിന് ഒറ്റ തോട്ടത്തിൽ തന്നെ മനസ്സിലായി. കുത്തനെയുള്ള പടവുകൾ, കൃത്യമായ ചതുരരൂപത്തിലുള്ള തൂണുകൾ, വിശാലമായ നിരപ്പുകൾ. ഇതിനു മുൻപ് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതമായിരുന്നു അത്. അന്നു മുതൽ ഇന്ന് വരെ ഈ നിർമ്മിതി മനുഷ്യനിർമ്മിതമാണോ അതോ പ്രകൃതിയുടെ ഒരു വികൃതിയാണോ എന്ന തർക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിർമ്മിതിയുടെ ഓരോ ഭാഗവും പരിശോധിച്ചാൽ നമുക്ക് തോന്നുക ഇതൊരു അത്ഭുതകരമായ കൊട്ടാരമോ ക്ഷേത്രമോ ആണ് എന്നാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഭീമാകാരമായ പടവുകളാണിതിന്. സമുദ്രത്തിനടിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ സ്മാരകത്തിന് കൃത്യമായ പടവുകളാണുള്ളത്. ഓരോ പടവിനും കൃത്യമായ ഉയരവും വീതിയും ഉണ്ട്. ഒരു സാധാരണ മലയിലുണ്ടാകുന്ന പാറക്കൂട്ടങ്ങളല്ല ഇതെന്ന് ഉറപ്പിക്കാൻ ഈ പടവുകൾ തന്നെ ധാരാളം. ഇതിൻ്റെ മുകൾ ഭാഗം പരിശോധിച്ചാൽ അതൊരു റോമൻ സ്റ്റേഡിയത്തിന് സമാനമാണ്. വിശാലമായ തറകളും അവിടെ ഇരിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികളും ഇവിടെ കാണാം. പാറകളിൽ കൊത്തിയെടുത്തതുപോലെയുള്ള തൂണുകൾ ഇതിൻ്റെ വശങ്ങളിൽ കാണാം. ഇവയ്ക്ക് കൃത്യമായ 90 ഡിഗ്രി കോണുകളാണ് ഉള്ളതും. ചില ഗവേഷകർ വാദിക്കുന്നത് അവിടെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ പാറകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് എന്നാണ്. ഒരു കൂറ്റൻ ആമയുടെ രൂപത്തിന് സമാനമായ ഒരു കല്ല് അവിടെ ഉണ്ട് എന്നുള്ളത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ സ്മാരകത്തെക്കുറിച്ചും പ്രധാനമായും 2 വാദങ്ങളാണ് നിലവിലുള്ളത്. പല ഭൂമിശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത് ഇത് സമുദ്രത്തിനടിയിലെ കാറ്റും നീരൊഴുക്കും കാരണം പാറകൾക്കുണ്ടായ രൂപമാറ്റമാണ് എന്നാണ്. എന്നാൽ സാൻഡ്സ്റ്റോൺ എന്ന വിഭാഗത്തിൽപ്പെട്ട പാറകൾ ഇത്തരത്തിൽ ലെയറുകളായി പൊളിഞ്ഞു പോകാറുണ്ടെന്നും അതുകൊണ്ട് ഇത് കേവലം പ്രകൃതിയുടെ ഒരു വികൃതി മാത്രമാണെന്നും ഇവർ വാദിക്കുന്നു. എന്നാൽ ഒക്കിനാവയിലെ ട്യൂക്യൂസ് സർവകലാശാലയിലെ പ്രൊഫസർ മസാക്കി കിമുറ ഇതിനെ ശക്തമായി എതിർക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായി ഈ സ്മാരകത്തെക്കുറിച്ച് പഠിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതിക്ക് ഒരിക്കലും ഇത്ര കൃത്യമായ 90 ഡിഗ്രി കോണുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ കാണുന്ന പടവുകൾ മനുഷ്യർക്ക് നടന്നു പോകാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പാറകളിൽ കൊത്തുപണികൾ നടത്തിയതിൻ്റെ അടയാളങ്ങൾ കാണാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് 10,000 വർഷം മുമ്പ് നിലനിന്നിരുന്ന മു എന്ന ഐതിഹാസിക ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. ഒരു വലിയ ഭൂകമ്പത്തിലോ സുനാമിയിലോ ഈ നാഗരികത കടലിനടിയിൽ പെട്ടുപോയതാകാം. 10,000 വർഷത്തെ പഴക്കമുണ്ടിതിന്. യൊനാഗുനി സ്മാരകം മനുഷ്യനിർമ്മിതമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. കാരണം നിലവിലെ ചരിത്രമനുസരിച്ച് 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് ഇത്രയും വലിയ നിർമ്മിതികൾ പണിയാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല. ഈജിപ്തിലെ പിരമിഡുകൾക്ക് പോലും ഏകദേശം 5,000 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാത്തൊരു വികസിത നാഗരികത ഉണ്ടായിരിക്കാം. അവർക്ക് കടലിനടിയിൽ നിർമ്മാണങ്ങൾ നടത്താൻ സാധിച്ചു കാണും. അതോ ഈ നിർമ്മിച്ച നഗരം പിന്നീട് കടൽ വിഴുങ്ങിയതാണോ? ഈ ചോദ്യങ്ങളൊന്നും ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. മറ്റ് ലോക അത്ഭുതങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്നും അറിയില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടലിനടിയിൽ ഇത്തരം സ്മാരകങ്ങൾ കണ്ടെത്തുന്നത് പതിവായിരിക്കുകയാണ്. ഇന്ത്യയിലെ ദ്വാരകം മുതൽ അറ്റ്ലാന്റിസ് വരെ നീളുന്ന നിഗൂഢതകൾ ഉണ്ട്. യൊനാഗുനിയിലെ ഈ സ്മാരകത്തിന് പുരാതന ഇൻക സംസ്കാരത്തിലെ കല്ലുപണികളുമായി വലിയ സാമ്യമുണ്ടെന്ന് ചിലർ കണ്ടെത്തിയിട്ടുണ്ട്. ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഒരു ആഗോള നാഗരികതയുടെ ഭാഗമാണോ ഇതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജപ്പാൻ സർക്കാർ ഔദ്യോഗികമായി ഇതിനെ ഒരു മനുഷ്യനിർമ്മിത സ്മാരകമായി അംഗീകരിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിന് ചില തടസ്സങ്ങളുമുണ്ട്. എങ്കിലും ഓരോ വർഷവും 100 കണക്കിന് മുങ്ങൽ വിദഗ്ധരാണ് ഈ അത്ഭുതം നേരിട്ട് കാണാൻ യൊനാഗുനിയിലേക്ക് എത്തുന്നത്. ശാസ്ത്രം പുരോഗമിക്കും തോറും കടലിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമായിരിക്കും. യൊനാഗുനിയിലെ ഈ ശിലാസ്മാരകവും പ്രകൃതിയുടെ വിലാസമാണോ അതോ മനുഷ്യൻ്റെ അസാമാന്യമായ കരവിരുതാണോ എന്ന് കാലം തെളിയിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമൈ TV.